നമ്മുടെ മനസ്സ് തന്നെ നമ്മെ ചതിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ്. പക്ഷേ നമ്മുടെ മനസ്സ് പലപ്പോഴും തെറ്റായ ധാരണയിലും ഷോർട്ട് കട്ട് എടുത്തും നമ്മെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുന്ന അവസരങ്ങളും കാര്യങ്ങളുമുണ്ട്. അത്തരം 5 സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ 5 സാഹചര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഏത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തേതാണ് കൺഫർമേഷൻ ബയാസ് എന്നത്. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യം ചിലപ്പോൾ രാഷ്ട്രീയമാകാം, മതപരമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിലാകാം. അങ്ങനെ ഒരു ദേഷ്യമുള്ളൊരു വ്യക്തി അയാൾ നല്ല കാര്യം ചെയ്താലും അയാളുടെ തെറ്റു മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന മൈൻഡ് സെറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മോശപ്പെട്ട വ്യക്തി ഒരു നല്ല കാര്യം ചെയ്താൽ, മോശപ്പെട്ട വ്യക്തി എന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മോശമായ വ്യക്തി നല്ല കാര്യം ചെയ്താലും അത് മോശമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത കാര്യം ഓവർ തിങ്കിങ് ട്രാപ്പ് എന്നതാണ്. നമ്മൾ വിചാരിക്കും ഒരു കാര്യം കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും എന്നതാണ്. പക്ഷേ പലപ്പോഴും കൂടുതലായി ചിന്തിക്കുകയും നമ്മൾ പൊതുവെ പറയുന്ന ഓവർ തിങ്കിങ് പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് സൈഡിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത്. പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സൈഡുകൾ, അതങ്ങനെ ചെയ്താൽ വീണ്ടും ട്രാപ്പിലാവും. അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഓവർ തിങ്കിങ്ങിലൂടെ അത് ചെയ്യേണ്ടതില്ല എന്നൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അടുത്ത കാര്യം നെഗറ്റീവ് ഫിൽട്ടർ എന്നതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 10 നല്ല സന്തോഷകരമായ സംഭവം ഉണ്ടായി. 10 കാര്യങ്ങളും നല്ലതാണ്. പക്ഷേ അതിൽ ഒരു കാര്യം 11ാമത് നിങ്ങൾ ചെയ്തൊരു കാര്യം അത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുള്ളൊരു കാര്യമാണ് സംഭവിച്ചത്. എന്നാൽ ആ ദിവസം അവസാനത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ അതാണ് നെഗറ്റീവ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഈ 10 കാര്യങ്ങളും മാറ്റിവെച്ച് 11ാമത്തെ നെഗറ്റീവിലേക്ക് മാത്രം നിങ്ങൾ ചിന്ത പോവുകയും നിങ്ങളുടെ സന്തോഷം ആ ഒരു കാര്യം മുടക്കുകയും ചെയ്താൽ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീണു എന്ന് വേണം. മൈൻഡ് റീഡിംഗ് ട്രാപ്പ് എന്ന് പറയാം. 4ാമത്തേതായി മൈൻഡ് റീഡിംഗ് ട്രാപ്പ്. നമ്മളൊരു സുഹൃത്തിനെ കണ്ടു, അയാൾ നമ്മോട് മിണ്ടാതെ പോയി. ആ സമയത്ത് തന്നെ മൈൻഡ് റീഡിംഗ് ട്രാപ്പിലേക്ക് നമ്മൾ പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുന്നു അവന് നിന്നോട് ദേഷ്യമാണ്, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? യഥാർത്ഥത്തിൽ അവന് ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ അവനക്ക് നമ്മോട് വൈരാഗ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവന് അർജന്റായി അവൻ പോയതായിരിക്കാം. പക്ഷേ നമ്മൾ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് എത്തി. അത് പലപ്പോഴും നമ്മുടെ തെറ്റായ കാര്യങ്ങളിലേക്കാണ് അത് നീങ്ങുകയും തെറ്റായ അസംഷനിലേക്കും നമ്മളെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. 5ാമത്തേത് ഫിയർ ഓഫ് ഫെയിലിയർ എന്നതാണ്. നമുക്ക് പലപ്പോഴും പരാജയപ്പെടുക എന്നതിൽ വലിയ ഭയമാണ്. തോറ്റുപോവുക, പരാജയപ്പെടുക. അപ്പോൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും പരാജയപ്പെടുന്നത് കൊണ്ട് ആ കാര്യം ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത്തരമൊരു ട്രാപ്പിൽ വീണാൽ എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 5 ട്രാപ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ട്രാപ്പിൽ അകപ്പെടാതെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം.